ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം നമ്മുടെ കർത്താവിന്റെ ജ്ഞാനസ്നാന തിരുനാൾ കൊണ്ടാടുകയാണ്. ഈശോയുടെ എപ്പിഫനി തിരുനാളിന്റെ ഒരു ഭാഗമാണ് ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാൾ. കൃത്യമായി കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ എപ്പിഫനി തിരുനാൾ കൊണ്ടാടി. എപ്പിഫനി എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തൽ അല്ലെ പ്രത്യക്ഷീകരണം എന്നാണ് അർത്ഥം. ഈശോയിലെ ദൈവീകത വെളിപ്പെടുത്തപ്പെട്ട സാഹചര്യങ്ങളാണ് ഈ എപ്പിഫനിയായി അറിയപ്പെടുക. ഈശോയുടെ ജീവിതത്തില് പ്രധാനമായി 4 എപ്പിഫനിയുണ്ട്. അതിൽ ഒന്നാമത്തേത് ക്രിസ്മസ് ദിനത്തില് ആട്ടിടയന്മാർക്ക് കർത്താവ് രക്ഷകനായി വെളിപ്പെട്ട കാര്യമാണ്. നമ്മളതിനെ ക്രിസ്മസ് ആഘോഷം എന്ന് പറയും. പിന്നീട് വരുന്ന 3 എണ്ണമുണ്ട്. അത് 3 രാജാക്കന്മാര് വന്ന് ഈശോയെ ആരാധിക്കുന്നു. അപ്പം വിജാതിയർക്കും കർത്താവിന്റെ ദൈവീകത വെളിപ്പെടുത്തിയ ആ അനുഭവം, അതാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആഘോഷിച്ചത്. 3ാമത്തെ എപ്പിഫനി എന്ന് പറയുന്നത് ഈ ജ്ഞാനസ്നാന തിരുനാളാണ്. ജ്ഞാനസ്നാന തിരുനാളില് ഉരുവത്തില് ഈശോ താൻ ആരാണ് എന്ന് പിതാവായ ദൈവം വെളിപ്പെടുത്തിയത് അത് ജനതകളുടെ മുമ്പിൽ വെച്ചും കൂടെ. 4ാമത്തെ എപ്പിഫനി എന്ന് പറഞ്ഞാൽ കാനായിലെ കല്യാണ വിരുന്നില് ഈശോ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച് തന്റെ മഹത്വം വെളിവാക്കിയ സംഭവമാണ്. നമ്മൾ ഇന്ന് നമ്മുടെ കർത്താവിന്റെ ജ്ഞാനസ്നാന തിരുനാൾ കൊണ്ടാടുകയാണ്. നമ്മൾ സാധാരണ ജ്ഞാനസ്നാനം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ സ്വീകരിച്ച ജ്ഞാനസ്നാനമാണ് ശ്രദ്ധയിൽ വരിക. അത് ശ്രദ്ധയിൽ വരാവുന്നതാണ്. എന്നാൽ ഈശോയുടെ ജ്ഞാനസ്നാനം കൃത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഓർഡിനേഷൻ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥൈര്യലേപനം പോലെയോ ആണ്. അതായത് ഈശോയെ ദൈവം തന്റെ ദൗത്യമേൽപ്പിച്ച് അയക്കുന്ന അനുഭവമാണ് ഈശോയുടെ ജ്ഞാനസ്നാന അനുഭവം. എന്നാൽ ഈശോയുടെ ജനനമാണ് നമ്മുടെ വീണ്ടും ജനനമായി വെളിപ്പെടുക. ഈശോ പരിശുദ്ധാത്മാവിൽ ജനിച്ചു, നമ്മൾ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കുന്നു. അപ്പം അതാണ് നമ്മുടെ ജ്ഞാനസ്നാനം. അപ്പം നമ്മുടെ ജീവിതത്തില് നമ്മള് സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നത്, അല്ലെ അതിനേക്കാളും പ്രധാനമായി ഓർഡിനേഷൻ സ്വീകരിക്കുന്നത്, അതായത് ജീവിത ദൗത്യം ഏറ്റെടുക്കുന്നതാണ് ഈ ശരിയായിട്ടുള്ള ജ്ഞാനസ്നാനമായി, ഈശോയുടെ ജ്ഞാനസ്നാനമായി വെളിപ്പെടുക. കാരണം ഈ യഹൂദരുടെ ഇടയില് ഒരാള് റബ്ബിയായി മാറുന്നത് 30ാമത്തെ വയസ്സിലാണ്. സാധാരണ നമുക്ക് ഒരാൾ വൈദികനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുന്നത് 24ാമത്തെയോ 25ാമത്തെ വയസ്സിലാണ്. അതേപോലെ യഹൂദരെ സംബന്ധിച്ച് 30 വയസ്സാകുമ്പോഴാണ് ഒരാൾ ഒരു റബ്ബിയായി, ഒരു ഗുരുവായി അഭിഷേകം ചെയ്യപ്പെടുക. അങ്ങനെ ഈശോ അഭിഷേകം ചെയ്യപ്പെട്ട തിരുനാളാണ് ജ്ഞാനസ്നാന തിരുനാൾ. എങ്കിലും നമ്മുടെ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഈശോയുടെ ജ്ഞാനസ്നാനം വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോ ആരാണ് എന്നുള്ള വലിയ വെളിപ്പെടുത്തലാണ് ആ ജ്ഞാനസ്നാന അനുഭവത്തിലൂടെ വന്നത്. ഉദാഹരണമായിട്ട് ആ സ്വർഗത്തിൽ നിന്നുള്ള വചനത്തിലൂടെ ഈശോ ദൈവപുത്രനാണ് എന്ന് വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞതിലൂടെ ഈശോ ക്രിസ്തുവാണ്, അഭിഷിക്തനാണ് എന്ന് വെളിപ്പെട്ടു. ഈശോ മനുഷ്യരുടെ കൂടെ ഇറങ്ങി വന്ന് മനുഷ്യപുത്രനായിട്ട് വെളിപ്പെട്ടു, മനുഷ്യരുടെ കൂടെ വന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് നമ്മൾ കാണുക. അപ്പം ആ രീതിയിൽ നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ഈശോ ജ്ഞാനസ്നാന സമയത്ത് കേട്ട വാക്യം വരുന്നത് പഴയ നിയമത്തിലെ 2 ഭാഗങ്ങളിൽ നിന്നാണ്. അതും ഈശോ ആരാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് സങ്കീർത്തനം 2ാം സങ്കീർത്തനത്തില് പറയാണ്, നീ എന്റെ പ്രിയപുത്രൻ, നീ എന്റെ പ്രിയപുത്രൻ എന്നുള്ള വാക്യം അവിടുന്ന് വരുമോ. അപ്പം ഈശോ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുന്ന ഒരു ഈശോ രാജാതിരാജാണ്. അതായത് ഒരു രാജകീയ സങ്കീർത്തനമാണ് 2ാമത്തെ സങ്കീർത്തനം. അപ്പൊ ഈശോ രാജാതിരാജനാണ് എന്നുള്ള വെളിപ്പെടുത്തല്, ദാവീദിന്റെ പുത്രനാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തല് അവിടെ വരുന്നുണ്ട്. നമ്മള് വേറെ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഭാഗം വരുന്നത് യെശയ്യാ പ്രവാചന പുസ്തകത്തിൽ നിന്നാണ്. ഈ കർത്തദാസന്റെ പാട്ടുകളുണ്ട്. ആ പാട്ടിൽ 1ാമത്തെ പാട്ടിലാണ് നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള പദം വരിക. അപ്പൊ ഈശോ കർത്തദാസനാണ്, തന്റെ സഹനത്തിലൂടെ നമ്മുടെ രക്ഷ സാധിക്കുന്നവനാണ് എന്ന് അവിടെ വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, കൃത്യം പറഞ്ഞാല് ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് വരുന്ന 5 ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ ആരാണ് എന്നുള്ളത് അത് ഈശോയുടെ ജ്ഞാനസ്നാനത്തിലൂടെ വെളിപ്പെടുന്നുണ്ട്. നമ്മൾ ഈശോയുടെ സ്നാനമേറ്റവരാണ്. അപ്പം അതിലൂടെ ഈശോയുടെ ഐഡന്റിറ്റി നമ്മുടെ ഐഡന്റിറ്റിയായി മാറുക.
നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറുക. പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ നിറയുമ്പോൾ, നീ എന്റെ പ്രിയ മകൻ എന്ന് നമ്മളെ നോക്കി ദൈവം പറയുമ്പോൾ അവിടെ നമ്മൾ ദൈവമക്കളാണ് എന്നുള്ള ബോധ്യം നമുക്ക് വരികയാണ്. നമ്മളൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ നമ്മളെയും നോക്കി പിതാവായ ദൈവം പറയുക, നീ എന്റെ പ്രിയ മകൻ, നീ എന്റെ പ്രിയ മകൾ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയപ്പെടുന്ന, ദൈവത്തിന്റെ സ്നേഹത്താൽ നിറഞ്ഞ ദൈവസ്വരം നമ്മളോട് അരുൾ ചെയ്യപ്പെടുന്ന നിമിഷമാണ് ജ്ഞാനസ്നാനം. രണ്ടാമത്തേത്, നമ്മൾ ഈശോയോട് ഒന്ന് ചേർന്ന് ഈശോയുടെ ശിഷ്യരായി മാറുക. അപ്പോൾ രണ്ടാമത്തെ ഐഡന്റിറ്റി അതാണ്. അപ്പം നമ്മൾ ഈശോയോടൊത്ത് മരിച്ച് ഉയർക്കുന്നു എന്ന് മാത്രമല്ല, ഒരു വിധത്തില് ഈശോയോടൊത്ത് വീണ്ടും ജനിച്ച്, ഈശോയോടൊത്ത് ജീവിച്ച്, ഈശോയെ അനുധാവനം ചെയ്ത്, ഈശോയോടൊത്ത് പാപത്തിന് മരിച്ച്, ഈശോയോടൊത്ത് ദൈവത്തിനായി സ്വർഗത്തിനായി ഉത്ഥാനം ചെയ്യുന്ന ഒരനുഭവത്തിൽ, അങ്ങനെ ഈശോയുമായിട്ടുള്ള ഐക്യപ്പെടലിലൂടെ നമ്മൾ ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി മാറുന്നു. നമ്മളെ ഈശോയുടെ ശിഷ്യരാക്കി മാറ്റുന്ന അനുഭവമാണ് നമ്മുടെ ജ്ഞാനസ്നാനം. അപ്പൊ പുത്രനായ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വരുന്നു. അവിടെ രൂപത്തില് ഈശോ മനുഷ്യപുത്രനായി അവതരിച്ചത് നമ്മളെ ദൈവമക്കളാക്കാനാണ്. നമ്മുടെ കൂടെ ഇറങ്ങി വന്ന കർത്താവിനോട് നമ്മൾ ഒന്നു ചേരുന്ന അനുഭവം ജ്ഞാനസ്നാനത്തിലൂടെ. മൂന്നാമത്തെ അനുഭവം, നമ്മൾ ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം, നമ്മൾ അഭിഷിക്തരാണ്, നമ്മൾ ക്രിസ്ത്യാനികളാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നതാണ് അർത്ഥം. പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ പ്രാവിനെ പോലെ ഇറങ്ങി വന്നു എന്ന് പറയുകയാണ്. അത് ആ പ്രാവ് നമ്മുടെ ഓർമ്മയിൽ വരേണ്ടത് നോഹയുടെ കാലത്ത് ജലപ്രളയം അവസാനിച്ചു, ഇതാ ഒരു പുതിയ ലോകം വന്നു എന്നതിന്റെ തെളിവായിട്ടാണ് ആ പ്രാവ് ഒലിവുശാഖയുമായി വന്നത്. ആ പ്രാവ് ഒലിവുശാഖയുമായി വന്ന ആ പ്രാവ് ഓർമ്മപ്പെടുത്തുന്നത് ഈശോയിലൂടെ ഇതാ ഒരു പുതിയ യുഗം വരുന്നു, ഒരു പുതിയ യുഗം ഉദയം ചെയ്യുന്നു. നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിയായി മാറുക. ഒരു വീണ്ടും ജനനത്തിലൂടെ നമ്മൾ എല്ലാ തരത്തിലും പൂർണ്ണമായും നവീകരിക്കപ്പെടുന്ന അനുഭവമാണ് നമ്മുടെ ജ്ഞാനസ്നാനം. നാലാമതായി നമുക്ക് ലഭിക്കുന്ന ഐഡന്റിറ്റി സഭയുടെ അംഗങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ജ്ഞാനസ്നാനത്തിലൂടെയാണ് സഭയിലെ അംഗങ്ങളായി മാറുന്നത്. നമുക്ക് ജ്ഞാനസ്നാനം അത് ജലത്താളുടെ ജ്ഞാനസ്നാനം മാത്രമല്ല, പരിശുദ്ധാത്മാവുള്ള സ്നാനം കൂടെയാണ്. ജലത്താളുടെ ജ്ഞാനസ്നാനം സ്നാപകൻ ഏകിയ ജ്ഞാനസ്നാനത്തെ ഓർമ്മപ്പെടുത്തുക. അവിടെ ഈ നമ്മുടെ പശ്ചാത്താപം, പാപത്തെ വിട്ടുകളയുന്ന ഒരു അനുഭവം, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അനുഭവം ജ്ഞാനസ്നാനത്തിൽ വരുന്നുണ്ട്. എന്നാൽ നമ്മൾ ആ ആത്മാവിലും രക്തത്തിലും അഗ്നിയിലുമുള്ള ജ്ഞാനസ്നാനത്തെ കുറിച്ച് പറയും. അവിടെ ഒരു വിധത്തില് ഈശോ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഇപ്പം ഈ സ്നാപയോന്റെ ജ്ഞാനസ്നാനമല്ല നമ്മുടെ ജ്ഞാനസ്നാനം, അത് ഈശോയേകിയ ജ്ഞാനസ്നാനമാണ്. ഈശോയെ കുറിച്ച് പറയുന്നത് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തും എന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ട് നമ്മൾ സഭയിലെ അംഗങ്ങളായി ഒന്നുചേരുക, ദൈവജനത്തിലെ അംഗങ്ങളായി ഒന്നുചേരുക. പഴയ നിയമത്തിലെ ദൈവജനമായി, അതിനേക്കാളും കൂടുതൽ പുതിയ നിയമത്തിലെ ദൈവജനമായി നമ്മൾ ഒരുമിച്ച് കൂടുന്ന അനുഭവമാണ് നമുക്ക് ജ്ഞാനസ്നാനം. അഞ്ചാമതായി നമ്മൾ സ്വർഗത്തിന്റെ പൗരരായി മാറുക. സ്വർഗത്തിന്റെ മുദ്ര നമ്മുടെ മേൽ പതിക്കപ്പെടുന്ന അനുഭവമാണ് ജ്ഞാനസ്നാനം. അതിലൂടെ സ്വർഗം നമുക്കായി തുറക്കപ്പെടുക. ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് സ്വർഗം തുറക്കപ്പെടുന്നത് നമ്മൾ കാണുക. നമുക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നു, നമ്മൾ സ്വർഗത്തിന്റെ പൗരരാണ്, നമുക്ക് സ്വർഗത്തിൽ ഇടമുണ്ട്, ഇതാ നിങ്ങൾക്ക് മുകളിൽ തുറന്ന സ്വർഗം എന്ന് ഈശോയുടെ ജ്ഞാനസ്നാനം വെളിപ്പെടുത്തുക. ആദത്തിന്റെയും ഹവ്വായുടെയും പാപം കഴിഞ്ഞപ്പോൾ അവര് പർദീസയിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. അവരുടെ പുറകിൽ പർദീസായുടെ കവാടം അടയ്ക്കപ്പെട്ടു. ആ കവാടമാണ് ഇപ്പോൾ ഈശോയിലൂടെ, ആദ്യം ഈശോയ്ക്കും പിന്നീട് സ്വർഗാരോഹണത്തിലൂടെ മനുഷ്യവർഗത്തിന് മുഴുവനുമായി തുറക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിന്റെ ജ്ഞാനസ്നാന തിരുനാൾ കൊണ്ടാടുമ്പോൾ അത് നമ്മുടെ ജ്ഞാനസ്നാനത്തെ നവീകരിക്കുന്ന ഒരു അനുഭവമാകട്ടെ. നമ്മൾ ഈസ്റ്റർ രാത്രിയിൽ, വലിയ ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ നമ്മുടെ ജ്ഞാനസ്നാനം നവീകരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാൾ കൊണ്ടാടുമ്പോൾ അതും നമുക്ക് നമ്മൾ ആരാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഈശോയിലൂടെ കടന്നു വരാം. ഈശോയിലൂടെ നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് കണ്ടെത്താം. ഈശോയിലേക്ക് നോക്കി നമുക്ക് നമ്മെ തന്നെ ഒന്ന് തിരിച്ചറിയാം. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ ഈശോയുടെ ശിഷ്യരാണ്, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ്, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്.
അഭിഷേകം ചെയ്യപ്പെട്ട് ദൈവ ദൗത്യം നിറവേറ്റാനുള്ളവരാണ്. അതേപോലെ നമ്മൾ തിരുസഭയാകുന്ന മഹാകുടുംബത്തിലെ അംഗങ്ങളാണ്. അതേപോലെ നമ്മൾ സ്വർഗത്തിന്റെ പൗരരാണ്. ഈ ബോധ്യങ്ങളിൽ ജീവിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. ജ്ഞാനസ്നാനം ജീവിതത്തിന്റെ തുടക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ചടങ്ങ് അല്ല, ഒരു സംഭവം മാത്രമല്ല, പിന്നെയോ അത് ജീവിത അവസാനം വരെ, മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈശോ തന്റെ മരണത്തെയും ഒരു ജ്ഞാനസ്നാനമായിട്ട് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഒരു ജ്ഞാനസ്നാനം മുങ്ങാനുണ്ട്, അത് സ്വീകരിക്കുവോളം ഞാൻ അസ്വസ്ഥനാണെന്ന് ഈശോ തന്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് ജ്ഞാനസ്നാനം. ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി മാറാം. 2 കൊരിന്ത്യർ 5:17 പറയും, ക്രിസ്തുവിലായിരിക്കുന്നത് ഒരു പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവേകുന്ന ആ പുതുമയോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിക്കാം. നമുക്കൊരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാം, ഒരു പുതിയ ലോകത്തെ വാർത്തെടുക്കാം. നമ്മുടെ ലോകത്തെ ദൈവരാജ്യമായി പരിവർത്തനപ്പെടുത്താം. ആ ദൗത്യം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഈശോ എങ്ങനെ പിതാവേൽപ്പിച്ച ദൗത്യം നിറവേറ്റി ജീവിച്ചോ അതേപോലെ ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ സമൃദ്ധമായിട്ട് വർഷിക്കപ്പെടട്ടെ. ഈ ജ്ഞാനസ്നാന തിരുനാളിന്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.